ലിഫ്റ്റിലൊക്കെ നിൽക്കുന്ന സമയത്താണ് താൻ മേടിക്കാത്ത ഒരു ബുക്കൊക്കെ കയ്യിലിരിക്കുന്നത് ലിയും ശ്രദ്ധിക്കുന്നത്. ഗാമിനായിരുന്നു യഥാർത്ഥത്തിൽ ആ ഒരു ബുക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. തന്റെ ബുക്ക് ലീയുടെ കയ്യിൽ പെട്ടുപോയെന്നൊക്കെ മനസ്സിലാക്കുന്ന ഗാമിനും തിരിച്ചു പോയി ബുക്കൊക്കെ മേടിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും നാളെ സ്കൂളിലൊക്കെ വരുന്ന സമയത്ത് ലീയുടെ കയ്യിൽ നിന്നും ബുക്കൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സെഹിണും അവനെ കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നു. ലിയും ഗാമിനെ കോൾ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഡോറൊക്കെ തുറക്കുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കുമാണ് ഓൾറെഡി ഡോറിന്റെ ലോക്കൊക്കെ പൊട്ടിച്ചിരിക്കുന്ന രീതിക്കൊക്കെ ലിയും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ലീ അകത്തേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും അകത്ത് നിൽക്കുന്ന ഹ്യുനുവിനെ കൂടി ലീ കാണുകയാണ്. ഗാമിൻ കുളിച്ചിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും ലീയുടെ മിസ് കോളൊക്കെ അവനും കാണുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ എനിക്ക് പോലീസിനെ വിളിച്ച് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കുവാനായിട്ട് ഒട്ടും തന്നെ താല്പര്യമില്ല. നിങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും ഇറങ്ങണമെന്നൊക്കെ ലീ കുട്ടികളോടായിട്ട് പറയുന്നുണ്ടെങ്കിലും നീ സ്കൂളിൽ വന്നിട്ട് അധികം ദിവസമൊന്നും ആയില്ലല്ലോ. ഇപ്പോൾ തന്നെ ഹാനൂളിന്റെ നോട്ടപ്പുള്ളിയായിട്ട് നീ മാറിയിട്ടുണ്ട്. നിന്റെ പഠിത്തമൊക്കെ നിർത്തിക്കുവാനാണ് എന്നോട് ഹാനൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെയാണ് ഞാനും നിൽക്കുന്നതെന്നൊക്കെ ഹ്യുനുവും ലിയോട് പറയുന്നു. ഗാമനും ലീനെ കോൾ ചെയ്തൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ലീ ഈ ഒരു സമയത്ത് പോലീസിനെ വിളിക്കുവാനായിട്ടായിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഹ്യുനുവും അവളുടെ ഫോണൊക്കെ തട്ടി മാറ്റിയതിനു ശേഷം അവളെ ഉപദ്രവിക്കുവാനായിട്ടൊക്കെ തുടങ്ങുന്നു. നീ പോലീസിനെ വിളിക്കുകയാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും അവസാനിച്ചതിന് ശേഷം മാത്രമേ പോലീസും ഇവിടെ എത്തിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഹ്യുൻവു അവളെ തല്ലുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കറണ്ട് ഒക്കെ പോവുകയാണ്. മാത്രമല്ല ഒരാൾ അവിടെ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെയൊക്കെ തന്നെ അടിച്ചൊതുക്കിയിട്ട് ലീനയും കൂട്ടിക്കൊണ്ടൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. ലിഫ്റ്റിലൊക്കെ നിൽക്കുന്ന സമയത്തായിരുന്നു തന്നെ രക്ഷിക്കുവാനായിട്ട് എത്തിയത് യോബാണെന്നുള്ള കാര്യമൊക്കെ ലിയും മനസ്സിലാക്കുന്നത്. പിന്നീട് യോബും കണ്ട കുട്ടികളെയൊക്കെ തന്നെ തല്ലിയതിനു ശേഷം പാർക്കിംഗ് ഏരിയയിലൊക്കെ പോയി ഒളിച്ചിരിക്കുന്നു. പക്ഷെ കുട്ടികളും അവരെ കണ്ടുപിടിച്ചിട്ട് അവരെ തല്ലുവാനായിട്ടൊക്കെ വട്ടം കൂടി നിൽക്കുകയാണ്. ലിയും പറഞ്ഞ കാര്യങ്ങൾ സോൾവ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുട്ടിയൊക്കെ ലീനെ തല്ലി ബോധമൊക്കെ കെടുത്തുന്നു. എങ്കിൽ പോലും യോബ് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ഗാമൻ ഫോണൊക്കെ വിളിച്ചുകൊണ്ട് വഴിയിൽ നിൽക്കുമ്പോഴത്തേക്കും കുറച്ച് കുട്ടികൾ അവരെ കണ്ടുകിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയൊക്കെ വളരെയധികം സ്പീഡിൽ ഓടിക്കുന്നത് ഗാമന്റെ ശ്രദ്ധയിലും പെടുന്നു. യോബ് ഒരുപാട് നേരം ഫൈറ്റ് ഒക്കെ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവന്റെ വയറ്റിനിട്ടൊക്കെ ഒരു അടി കിട്ടുമ്പോഴത്തേക്കും അവനും വീണു പോവുകയാണ്. ഈ ഒരു സമയത്തായിരുന്നു യോബ് ആരാണെന്നൊക്കെ മനസ്സിലായെന്ന് ഹിനുവും പറയുന്നത്. പണ്ട് നമ്മൾ മിഡിൽ സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് ഒരു മർഡർ ഒക്കെ നടന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നോ? അതിലെ മെയിൻ ആയിട്ടുള്ള ആളായിരുന്നു ഇവൻ. ഇതിനു മുമ്പ് യോബിന്റെ വയറ്റിനൊരു കുത്തും കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഹ്യുനുവു പറഞ്ഞു നിന്നിട്ട് അവരെല്ലാവരും കൂടി ചേർന്നിട്ട് യോബിനെ ആക്രമിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഹ്യുനുവും ടീച്ചറിനെ കൂടി പിടിക്കുവാനായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും ഗാമിൻ അവിടെ എത്തിയിട്ട് ഹ്യുനുവിനെ തടയുകയാണ്. നമ്മൾ ഒത്തിരി പേരില്ലേ, ഇത്രയും പേരെ ഒന്നും ഗാമിനെ തോൽപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹ്യുനു നിൽക്കുമ്പോഴത്തേക്കും ഒറ്റ ഏറിനൊക്കെ ഹ്യുനുവിന്റെ ബോധം പോലും ഗാമിൻ കെടുത്തുന്നു. മാത്രമല്ല ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത്രയും പേരുടെ അടുത്ത് അവൻ ഫൈറ്റ് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ട്. ഗാമിനെ അന്വേഷിച്ച് റൂമിലേക്കൊക്കെ അമ്മ വരുമ്പോഴത്തേക്കും അവിടെ അവൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അവന്റെ ടൈം ടേബിളൊക്കെ അമ്മയും ശ്രദ്ധിക്കുകയാണ്. അതിന്റെ അകത്ത് നഞ്ചക് ട്രെയിനിങ് എന്ന് എഴുതിയിട്ടുള്ളതൊക്കെ അമ്മയും കാണുന്നു. അവനും അതിന്റെ ട്രെയിനിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്നത് നഞ്ചക് എന്നുള്ള രീതിക്ക് അവനും ഒത്തിരി പേരൊക്കെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുകയാണ്. കുട്ടികൾ പലരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോകാനായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും ഗാമിനും ലീയുടെ അടുത്തേക്കൊക്കെ ചെല്ലുകയാണ്. ഈ ഒരു സമയത്ത് അവിടെ കിടന്നിട്ടുണ്ടായിരുന്ന ബിയറിന്റെ ബോട്ടിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഹ്യുൻവുവും അത് വെച്ചിട്ട് ഗാമിനെ കുത്തുവാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്കും യോബും അവനെ തട്ടി മാറ്റുന്നു. ദേഷ്യം വന്നിട്ടുണ്ടായിരുന്ന യോബും ഇരുമ്പോടിയൊക്കെ വെച്ചിട്ട് ഹ്യുനുവിനെ കുത്തുവാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്കും ഗാമനായിരുന്നു അവനെ തടഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം കാര്യങ്ങളൊന്നും നീ ചെയ്യേണ്ടതില്ല എന്നൊക്കെ ഗമൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്ന യോബും എനിക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്, എന്റെ അമ്മ പോലും ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നൊക്കെ ഗാമനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ഗ്യാപ്പിൽ തന്നെ ഹ്യുൻവും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. കുട്ടികൾക്ക് ചെറിയ രീതിക്കുള്ള എന്തെങ്കിലും പണിഷ്മെന്റ് ഒക്കെ കൊടുക്കാനായിട്ട് ആയിരിക്കുമല്ലോ ലീ തീരുമാനിച്ചിട്ടുണ്ടാവുക. എന്തായാലും ഈ ഒരു സ്കൂളിൽ അങ്ങനെ കൊടുത്തിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. ലീനെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് എന്റെ അമ്മേനെ ആയിരുന്നു ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാനും ലീനെ ഹെൽപ്പ് ചെയ്തതെന്നൊക്കെ യോബും പറയുന്നു. മാത്രമല്ല കാമിന്റെ അടുത്ത് നിന്റെ സ്റ്റഡി ഗ്രൂപ്പിൽ എന്നെ ചേർക്കുവാനായിട്ടൊക്കെ നീ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഈ സ്കൂളിൽ സ്റ്റഡി ഗ്രൂപ്പ് ഒന്നും നടക്കുവാനേ പോകുന്നില്ല. ഇനിയെങ്കിലും നീ മര്യാദയ്ക്ക് കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടു ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അവനും പോവുകയാണ്. ലിയും ഇപ്പോൾ ഗമൻ മേടിച്ചിട്ടുണ്ടായിരുന്ന ബുക്കൊക്കെ തിരിച്ചു കൊടുക്കുകയാണ്. ബ്രൂസിലെ എഴുതിയിട്ടുണ്ടായിരുന്ന ആസ് യു തിങ്ക് സോ ഷാൽ യു ബിക്കം എന്ന ബുക്കൊക്കെ ആയിരുന്നു അത്. ലിയും വീടിനകത്തൊക്കെ കയറിയിട്ട് പോലീസിനെ വിളിക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നേരത്തെ ലീനെ ആക്രമിച്ച കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുട്ടിക്ക് ഇപ്പോൾ വീണ്ടും ലീനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. ലീ എന്നോട് ക്ഷമിക്കണം, പോലീസിനെ ഈ ഒരു കാര്യം ഒന്നും തന്നെ അറിയിക്കരുത്. ഹനൂൾ പറഞ്ഞത് കൊണ്ട് മാത്രമായിരുന്നു ഞാനും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അഥവാ ഞാൻ ഇതിന് കൂട്ടുനിന്നില്ലായിരുന്നുവെങ്കിൽ ഹനൂൾ എന്നെ കൊന്നു കളയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടി വിഷമിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ലീയും ആ കുട്ടിയോട് ക്ഷമിക്കാമെന്നൊക്കെ തീരുമാനിക്കുന്നു.
രണ്ടാഴ്ച കൊണ്ട് 5 പേരെ സ്റ്റഡി ഗ്രൂപ്പിന് വേണമെന്നൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെയിരിക്കെ ആളെ കിട്ടാത്ത വിഷമത്തിലൊക്കെ ആയിരുന്നു ഗാമിൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരുടെ കൂട്ടത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഒരാൾക്ക് താല്പര്യമുണ്ടെന്നൊക്കെ അറിയിക്കുകയാണ്. സോ ഗാമിനും സെഹ്യോണും കൂടി ചേർന്നിട്ട് ഇപ്പോൾ ആ കുട്ടിയുള്ള ക്ലാസ്സിന് മുമ്പിലൊക്കെ പോയി നിൽക്കുന്നു. പങ്കെടുക്കുവാൻ താല്പര്യമുള്ള കുട്ടിയുടെ പേര് ജീവു എന്നാണ്. നീ തന്നെ അങ്ങ് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് ഗാമിനെ തള്ളിവിടുകയായിരുന്നു സെഹ്യോണും. ഗാമിനും ക്ലാസ്സിനകത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് സ്റ്റഡി ഗ്രൂപ്പിൽ ചേരുവാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ജീവു ഒരു ആൺകുട്ടിയല്ല, മറിച്ചൊരു പെൺകുട്ടിയാണെന്നുള്ള കാര്യമൊക്കെ അവൻ മനസ്സിലാക്കുന്നത്. അവൻ ചെന്ന് കയറിയിട്ടുണ്ടായിരുന്ന ക്ലാസ്സിൽ മുഴുവൻ ഇരുന്നത് പെൺകുട്ടികളായിരുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ലിയും ഹാനോളിനെ കുറിച്ച് ഒരാളുടെ അടുത്തൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ നീ ഹാനോളിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാതെ ഇരിക്കുന്നതാണ് നല്ലത്. അഥവാ നീ അറിയുവാനായിട്ടൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ നീയും മരിക്കുന്നതായിരിക്കുമെന്ന രീതിക്കൊക്കെ അയാളും സംസാരിച്ച് അവളെ പേടിപ്പിച്ചിട്ടൊക്കെ പോകുന്നു. പിന്നീട് ഹാനോളും ലീനെ കാണുവാനായിട്ടൊക്കെ എത്തുകയാണ്. ഇനി നേരത്തെ കാണിച്ച സീൻസിന്റെ ബാക്കിയൊക്കെയാണ് കാണിക്കുന്നത്. ഗാമിനും വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെ ജീവുവിനെ കാണുവാനായിട്ടൊക്കെ ക്ലാസ്സിനകത്തേക്ക് കയറി കഴിയുമ്പോഴത്തേക്കുമാണ് ജീവു ഒരു പെണ്ണാണെന്നുള്ള കാര്യം അവനും അറിയുന്നത്. ഗാമിന് അപ്പോൾ തന്നെ കേറിയതുപോലെ തന്നെ തിരിച്ചിറങ്ങിയൊക്കെ പോരുന്നു. മാത്രമല്ല അതിന് കാരണമായിട്ട് ശിവു കാണുവാൻ എങ്ങനെ ഉണ്ടാകുമെന്നൊന്നും തനിക്ക് അറിയുകയില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. പക്ഷെ അപ്പോഴാണ് രണ്ട് ബുള്ളീസ് ആയിട്ടുള്ള പെൺകുട്ടികള് ജിവു എന്നൊക്കെ വിളിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറി വരുന്ന കാഴ്ച അവരും കാണുന്നത്. ജിവുനെ കണ്ട് കഴിയുമ്പോഴത്തേക്കുമാണ് ഇത് നീ നേരത്തെ തള്ളിയിട്ടുണ്ടായിരുന്ന ഹ്യുനുവിന്റെ ട്വിൻ സിസ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ അവൾ ഈ പരിപാടിക്ക് സുമനസ്ഥല കൂടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നൊക്കെ സെഹ്യോണും ഗാമിന്റെ അടുത്തൊക്കെ പറയുന്നത്. ഈ ബുള്ളി ചെയ്യുന്ന മെയിൻ പെൺകുട്ടിയുടെ പേര് ഹി എന്നാണ്. അവളും ക്യാൻറ്റീനിൽ ഇന്നുണ്ടായിരുന്ന ഫുഡിന്റെ മെനു ഒന്നും തന്നെ ജീവു തനിക്ക് നൽകിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഉപദ്രവിക്കുകയൊക്കെയാണ്. അത് കൂടാതെ ജീവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഹീവൺ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മിഡ് ടൈമിന് പഠിക്കുവാനായിട്ടുള്ള ടൈം ടേബിൾ ഒക്കെ കാണുന്ന ഹീയും അതൊക്കെ എടുത്ത് കളയുവാനായിട്ടൊക്കെ ശ്രമിക്കുകയും ഹിവണിനെ ആക്രമിക്കുവാനായിട്ട് തുടങ്ങുകയും ചെയ്യുമ്പോഴത്തേക്കും ജീവുവും അവളെ തടയുന്നു. എന്നെ മാത്രം തല്ലുവാനല്ലേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഹിവണിനെ വെറുതെ വിടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവുവും ഹിയുടെ ഒരുപാട് തല്ലൊക്കെ മേടിച്ചു കൂട്ടുകയാണ്. ടൈം ടേബിൾ എഴുതി പേപ്പറിലേക്കൊക്കെ വായിലുണ്ടായിരുന്ന ബബിൾക്കൊക്കെ കളയുവാനായിട്ടൊക്കെ ഹി ശ്രമിക്കുന്ന സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ഗാമനും ആ ഒരു ബബിൾക്കൊക്കെ ക്യാച്ച് പിടിക്കുന്നു. ഓരോ സബ്ജക്റ്റും പഠിക്കുന്നതിന്റെ ടൈം ടേബിളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഗാമനും അതൊക്കെ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. ഈ ഒരു സമയത്താണ് ശബ്ദമൊക്കെ കേട്ട ജിന്നും ക്ലാസ്സിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നത്. ജിന്ന് ഹീനെ സോപ്പിട്ടൊക്കെയാണ് നിൽക്കുന്നത്. നീയല്ലേ ഹ്യുനുവിനെ തല്ലി ബോധം കെടുത്തിയിട്ടുണ്ടായിരുന്നത്? എന്റെ ഗേൾഫ്രണ്ടിന്റെ അടുത്ത് നീ എന്താണ് സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചിവു തന്റെ ഗേൾഫ്രണ്ട് ആണെന്നുള്ള രീതിക്കായിരുന്നു ജിന്ന് നിന്നത്. ഈ ഒരു സമയത്ത് ഗാമിനെ സെഹോൺ പിടിച്ചുകൊണ്ടൊക്കെ പോകുന്നുമുണ്ട്. നീ ഇപ്പോൾ വേറൊരു ആണിന്റെ അടുത്ത് സംസാരിച്ചിരിക്കുന്നു. അതിനുള്ള ശിക്ഷയൊക്കെ നിനക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. ഒന്നെങ്കിൽ നിനക്ക് ഞാൻ 3 തല്ലൊക്കെ തരുന്നതായിരിക്കും, അല്ലെങ്കിൽ നീ ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിൻ നിൽക്കുമ്പോഴത്തേക്കും ജിന്നിന്റെ തല്ലൊക്കെ മേടിക്കുവാനായിട്ട് തയ്യാറായി ജീവണും തന്റെ കൈകളൊക്കെ നീട്ടിപ്പിടിക്കുന്നു. ഈ ഒരു സമയത്ത് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ബബിൾക്കോ ഒക്കെ ഇപ്പോൾ ജിന്നിന്റെ മുഖത്തേക്കൊക്കെ വലിച്ചെറിയുകയാണ് ഗാമിനും. ജീവൻ നിന്റെ ഗേൾഫ്രണ്ട് ആണെന്നൊക്കെ നീ കള്ളം പറഞ്ഞതല്ലേ, ഇങ്ങനെയാണോ നിന്റെ ഗേൾഫ്രണ്ടിനെ നീ ട്രീറ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗാമിൻ നിൽക്കുമ്പോഴത്തേക്കും ഗാമിനെ തല്ലുവാനായിട്ടൊക്കെ തുടങ്ങുകയായിരുന്നു ചിന്നും. പക്ഷെ ഈ ഒരു സമയത്ത് സർ വന്നിട്ട് ചിന്നിനെ കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.